Hello beautiful people. Hello. That depends upon your company. നിങ്ങൾ ആരോപ്പാണ് വരുന്നത്, എത്രത്തോളം നിങ്ങൾ മേലേക്ക് പോയി അങ്ങനത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സംവാട്ട് മേലത്തെ എത്ര പെർമിഷൻ ഉള്ളൂ, അതാണ് ഇവിടുത്തെ ഒരു വ്യൂ. How's it? Not bad, right? ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ചൊരു അഡ്വഞ്ചറാണ്. നമ്മുടെ ഇൻട്രോ ക്ലിപ്പ് ചെറുതായിട്ടൊന്ന് ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ചെയ്ത് പോയി. സോ അതാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വോയിസ് ഓവർ കയറ്റുന്നത്. ആൻഡ് നമുക്ക് നോക്കാം, അനങ്ങമല വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. സോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, വളരെയധികം. പക്ഷേ കുറച്ച് ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റി അറിയുന്നുണ്ടാവില്ല. സോ നമുക്ക് നോക്കാം. ഗൂഗിൾ ജസ്റ്റ് അനങ്ങമല ഇക്കോ ടൂറിസം എന്ന് ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ അവിടെ എത്തുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വീക്കെൻഡ് സ്പോട്ടാണ്. ഇവിടെ കയറി വരുന്നവിടെ തന്നെ ചെറിയൊരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇതൊരു പെയ്ഡ് സ്പോട്ടാണ് കേട്ടോ. ഇതാ നമ്മുടെ അനങ്ങമലയിലുള്ള ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഹലോ. ഇനി എന്താ ചാടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എന്താ മൂപ്പര ഒരു ഇതില്ലേ കാർഡ് ഡിസൈനാ. ഇങ്ങോട്ടും വഴിയുണ്ടല്ലോ. അപ്പോൾ 2 റൂട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ആക്ച്വലി. അപ്പോൾ ഒന്ന് നമ്മൾ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ മോഡലും, അപ്പുറത്തൊരു സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ. സ്റ്റെപ്പ് വഴിക്ക് ഇങ്ങനെ മേലെ പോകും. ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ എത്താൻ തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. ടോപ്പ് ലെയറോ? ഇത് കേക്കാ ലെയർ പിടിക്കാൻ? രസമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് പറഞ്ഞ അങ്ങനെ ഒരു സ്പോട്ട്. ട്രെക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള 2 ആൾക്കാരാണ് ആ ടോപ്പ് പോയിന്റിലേക്ക് എത്തി. ആൻഡ് വി ആർ നോട്ട് എനിവേ ഗോയിങ് ടു ദാറ്റ് പ്ലേസ് ബിക്കോസ് ഇയാളുള്ളതുകൊണ്ട്. ദിസ് മാൻ അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും, പക്ഷേ വേണ്ട പോലെ. ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന ചില വഴിയിലൊന്നും എനിക്ക് ഒപ്പം ക്യാമ്പ് പിടിച്ചിട്ട് എടുക്കാൻ പറ്റിയതല്ല. സോ ഞാൻ എടുത്തില്ല. ബട്ട് ഇതിൻ്റെ മേലെ വന്ന ഇതാണിത് വ്യൂ. പിന്നെ ആ തറ്റത്ത് കണ്ടോ, അതൊരു പോയിൻ്റാണ്. പക്ഷെ അങ്ങോട്ട് പോവാൻ കുറച്ച് കഷ്ടമാണ്. ആ വഴി ഒരു എഡ്ജിൽ കൂടെ വേണം പിന്നെ പോവാൻ. സോ വി ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. മേലെ കയറി കഴിഞ്ഞുള്ള വ്യൂ ഇതാണ്. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ അതാണ്. നമുക്ക് 2 സൈഡും വേണമെങ്കിൽ പോവാം. 3 hours ഒരു ടിക്കറ്റും കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയത് ടൈമിങ്. നമുക്ക് നോക്കാം അതിൻ്റെ മേലെ ഇനി എന്തെങ്കിലും പോയിന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ. അഡ്വഞ്ചർ ലവേഴ്സിന് നല്ല രസമുള്ള കുഞ്ഞ് സ്ഥലം. പക്ഷേ ഞാൻ പറയുകയെന്ന് വെച്ചാൽ പൈസ കൊടുക്കാണ്ട് വേറെ വരാൻ പറ്റിയ ഇഷ്ടം പോലെ സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ തന്നെ വരുന്നൊന്നുമില്ല. എനിക്ക് തന്നെ അറിയാം വേറെയും കുറേ സ്പോട്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ചെയ്യും. മിന്നു കുഞ്ഞു എന്ന് എഴുതി വെച്ചൊക്കെ കപ്പിൾ ഗോൾസിൻ്റെ ഓരോ കാര്യങ്ങൾ. കയറാതിട്ട കയറി ഇങ്ങനെ പോ. ഒരു മിനി ട്രക്കിംഗ് എക്സ്പീരിയൻസ്. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് പോകാനുള്ള വഴികൾ തന്നെയല്ലേ. നൈസ് വ്യൂ നന്നായിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ടൈം. പറട മേലെ സ്വാമി അല്ല മലമേലെ സ്വാമി. ഞാൻ എൻ്റെ ക്രോക്സ് ഓഫ് റോഡ് ക്ലോക്സിനെ ഞാൻ റിവ്യൂ ചെയ്യാൻ പോവാണ്. നല്ല സുഖമുണ്ട് കേട്ടോ അങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ. നല്ല ഗ്രിപ്പും കാര്യം. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് റബ്ബർ ചെരുപ്പല്ലേ, കാര്യം ഇത് റബ്ബറല്ല, അതിൻ്റെ വേറൊരു ക്രോസ് ലൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിവേ നമ്മൾ വിചാരിക്കും പ്രശ്നമാണ്, പക്ഷേ അല്ല, നല്ലൊരു അസറ്റാണ് കേട്ടോ ഈ സാധനം. കാരണം അഡ്വഞ്ചറിന് പോകുന്ന ചെരുപ്പാണ്. അപ്പോൾ അതിൻ്റെ യൂസ് എന്താ വെച്ചാൽ നമുക്ക് റഫ് യൂസ് ചെയ്യാം. ഒരു 3-4 കൊല്ലത്തിനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇതുവരെയും ഇങ്ങനെ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു കുറേ ആയിട്ട് എന്താണ് ഇവിടെ സംഭവം. മേലെ കയറി കഴിഞ്ഞാൽ വിചാരിച്ച മാതിരിയല്ല, നിങ്ങൾ സ്റ്റെപ്സ് എടുത്ത് പോവുകയാണെന്ന് വെച്ചാൽ അത്ര രസം ഉണ്ടാവില്ല.
ബട്ട് വേറെ വലിയ എന്തിൽ കാണില്ല. സ്റ്റെപ്സ് എടുത്ത് പോകാൻ എത്ര രസം ഉണ്ടാവില്ല. ബട്ട് ദിസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ഇങ്ങനെ പോവാം. പിന്നെ കുറേ ഇവിടെ അടുത്തടുത്ത് വേറെ സെക്യൂരിറ്റി ഗാർഡ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിച്ചിട്ട് പോവാ. ഓക്കെ, എനിക്ക് ഇങ്ങനൊരു വഴിയാണ്. നമുക്ക് പോയോക്കാം. എന്താ പരിപാടി? നൈസായിട്ടുണ്ട്. ശ്രദ്ധിച്ച് പോകുന്നു. പിന്നെ പോകാൻ പറ്റില്ല. ബട്ട് നൈസ് കേട്ടോ. പക്ഷേ ഈ സമയത്തൊക്കെ തരുന്ന ഗ്രിപ്പ് പറഞ്ഞാൽ ഇറ്റ്സ് ഓസം. ഇവിടെ ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സീക്രട്ട് പോയിന്റ് അതെ. ആൻഡ് Oh, it's very. Kay vidu. ആൻഡ് വൺ മോർ തിങ്, ഇവിടേക്ക് വരുമ്പോൾ മാക്സിമം ചെരുപ്പിട്ടിട്ട് വരാതിരിക്കുക. ക്രോക്സ് ഇസ് ഫൈൻ. അതല്ലാന്നുണ്ടെങ്കിൽ സം കൈൻഡ് ഓഫ് റബ്ബർ ഷൂസ് ഓർ സംതിങ്. അതല്ലാന്നുണ്ടെങ്കിൽ പണിയാവും. ബിക്കോസ് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് ചെരുപ്പിട്ടുള്ള അനുഭവം പറഞ്ഞു കൊടുക്കുക. ചെരുപ്പിട്ടാ പനി കണ്ടോ, ആദ്യം തന്നെ പറയുന്നുണ്ട്. ആൻഡ് കുട്ടികൾ അനുകരിക്കരുത്, തന്നെ വരരുത് കേട്ടോ. ഗ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? സൺസ്ക്രീൻ ഇട്ടിട്ട് വരുന്ന കേട്ടോ. അപ്പോൾ ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു മേലത്തെ ഒരു പോയിന്റിലെത്തിയിട്ടുണ്ട്. സംവാട്ട് മേലത്തെ, ഇത്ര പെർമിഷൻ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഹൗസ് ഇറ്റ്? നോട്ട് ബാഡ് റൈറ്റ്? നോട്ട് ബാഡ്. ദിസ് ഇസ് നോട്ട് ദ ടൈം. ഇത് ഉച്ചയാണ്. ഉച്ചയ്ക്ക് വലിയ സുഖമൊന്നുമില്ല, നല്ല വെയിലുണ്ട്. സോ നമ്മളൊരു പോയിന്റിൽ റെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. ഇത്രയും പൈസ, അതായത് ഏകദേശം 70 rupees, 40 per person ഒരാൾക്ക്, അഡൾട്ടിന്. കുട്ടികളുണ്ട് വെച്ചാൽ അവർക്ക് 15. പാർക്കിംഗ് ഉണ്ട് വെച്ചാൽ ഒരാൾക്ക്, ബൈക്കാണ് വെച്ചാൽ 15. അങ്ങനെ മൊത്തം 70 കൊടുത്താണ് നമ്മൾ പോയത്. അതിന് വെർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസിന് വെർത്ത് എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ബിക്കോസ് എന്തെങ്കിലും ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബൈ മാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിന് ഇത്ര കോസ്റ്റിന് വർത്താണോ അല്ലേ എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ എൻട്രി പാസ്സായിട്ട് ചാർജ് ചെയ്യുന്ന പൈസയാണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ കമ്പനി. നിങ്ങൾ ആരോപ്പാണ് വരുന്നത്, എത്രത്തോളം നിങ്ങൾ മേലേക്ക് പോയി, അങ്ങനത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അദർ ദാൻ ദാറ്റ്, ആദ്യമായിട്ടാണ് ഒരാൾ ഒരു മല കയറൽ ട്രൈ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്. പിന്നെ നമ്മൾ കയറിയ സമയത്ത് ആളവിടെ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചെക്കൗട്ട് ചെയ്യാനാണ് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ഗുഡ്. അതുകൊണ്ട് ഇടയ്ക്ക് അവർ വന്നിങ്ങനെ ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത്രയും വലിയ ഡേഞ്ചർ പോയിൻറ്റ്സ് ഒന്നും ഇല്ല. ഇനി സുഖമായിട്ട് കയറി പോകാൻ പറ്റിയിട്ടില്ല ഒരു ഇതാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങളുടെ അടുത്ത് അനങ്ങാമല, അനങ്ങനടിയൊക്കെ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോയിന്റ് ആയിരിക്കും വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള. എന്താ ആദ്യത്തിന് പറയാനുള്ളത്? നമുക്ക് ഹാർഡാ? ഓക്കെ. സോ ആദ്യത്തിന് ഹാർഡാർന്ന് മോഡറേറ്റ് വൺ. ബട്ട് ഫോൺ ഓർ ക്യാമറ എടുത്തിട്ട് നമുക്ക് കയറൽ ഇത്തിരി കഷ്ടമായിരിക്കും. യു ക്യാൻ അറ്റാച്ച് സം GoPro or Insta360 or 360 devices. So it's good. അടിക്കാം. അടുത്ത നമ്മളിതാ ഈ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ കയറിപ്പോയത് ഇതാ അവിടുന്ന് അങ്ങനെ വന്ന് അവിടുന്ന് അങ്ങനെ ഇങ്ങനെ കയറിപ്പോകാൻ പറ്റും. പക്ഷെ അവിടുന്ന് വേറൊരു വഴി ഇങ്ങോട്ട് താഴത്തേക്ക് വരുന്നു. ആ വഴിയാണ് ഈ വഴി. ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ,
പക്ഷേ ഈ വെള്ളം നിങ്ങൾ ഒരിക്കലും കുടിക്കണ്ട. എവിടുന്ന് വരുന്നതെന്ന് ഒരു പ്രത്യേകവും ഇല്ല. സോ കുടിക്കരുത് കേട്ടോ. നമുക്കേ മേലെ കുറേ സ്പോട്ട് ഉണ്ടെങ്കിലൊന്നും അവിടെ നിന്ന് ഇരിക്കാണ്ട് ഇവിടെ വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു ലൊക്കാലിറ്റി, നല്ല സ്പോട്ടാണ്. ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം വീണാണെന്ന് രസമുണ്ട്. അവിടെ നിന്ന് ചവിട്ടാൻ പറ്റില്ല, അവിടെയൊക്കെ വഴുക്കും. So guys, we are ending this video. Bye. Bye bye. Bye guys. So next ഒരു വീഡിയോയിൽ കാണാം. കുറച്ച് പ്ലാനിങ് സംതിങ് ബിഗ്, സംതിങ് ലിറ്റിൽ ബിറ്റ് ബിഗ്. നോക്കാം നടക്കുമെന്ന്. വ്യൂ ആണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.